ഹലോ, അപ്പോൾ ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യമൊക്കെ സ്ഥിരമായിട്ടും ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ കുറച്ച് റോസ്മേരി എടുത്തിട്ടുണ്ട്. റോസ്മേരി നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 2 നെല്ലിക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് ഉലുവ, പിന്നെ കുറച്ച് കറ്റാർവാഴയുടെ പൾപ്പ്, പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം ബീറ്റ്റൂട്ട്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും എടുത്തിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുക. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വേവണം കേട്ടോ. നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചിട്ട് അതിന് ഒരു ഗ്ലാസ്സൊക്കെ ആയിട്ട് 2 ഗ്ലാസ് വെള്ളം വറ്റി 1 ഗ്ലാസ്സായിട്ട് മാറണം. അപ്പം അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പം നന്നായിട്ട് ഇപ്പോൾ ഏകദേശം ഈ ഒരു റെഡ് കളർ വന്നിരിക്കുന്നത് ബീറ്റ്റൂട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. ബീറ്റ്റൂട്ട് ഹെയറിൻ്റെ താരനൊക്കെ പോകാൻ നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ദോഷമൊന്നുമില്ലല്ലോ, വെജിറ്റബിൾ അല്ലേ. അപ്പോൾ ബീറ്റ്റൂട്ട് ഞാൻ അങ്ങനെ ആഡ് ചെയ്യാറില്ലായിരുന്നു. ഈ ഇടയ്ക്കാണ് ബീറ്റ്റൂട്ട് ഇങ്ങനെ ഹെയറിന് നല്ലതാണെന്ന് അറിഞ്ഞത്. ഞാൻ അതും കൂടെ ആഡ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ട് നമ്മുടെ എനിക്ക് റോസ്മേരി വാങ്ങിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സ്പ്രേ ബോട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഹെയർ നന്നായിട്ട് നമ്മൾ മുടി ചീകിയതിന് ശേഷം കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യുക. ഓയിൽ അപ്ലൈ ചെയ്ത് ഒന്ന് ചെറിയൊരു മസാജ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് സ്പ്രേ ചെയ്തിട്ട് ഞാൻ നൈറ്റാണ് ചെയ്യല്ലോ കേട്ടോ. ഇത് രാത്രി ചെയ്ത് വെച്ചാൽ മുടി ഒന്ന് ഫാനിൻ്റെ ഇതിലിട്ടിട്ട് ഉണക്കി മുടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ നോർമലായിട്ട് സാധാരണ പോലെ കുളിക്കില്ലേ, അപ്പോൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഹെയർ ഗ്രോത്ത് വരുമെന്ന് ഞാൻ പറയണില്ല, പക്ഷേ ഉള്ള ഹെയർ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഉള്ള ഹെയർ നമുക്ക് പോവില്ല, മുടി കൊഴിച്ചിൽ ഉണ്ടാവില്ല, മുടി കൊഴിച്ചിൽ ഒട്ടും ഉണ്ടാവില്ല, പിന്നെ താരൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, പിന്നെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും ഹെയർ. അപ്പം ഓക്കെ, ബൈ.